സ്ലിവാകാലം 3-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 18 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം 1. ജീവിത വീക്ഷണം ക്രിസ്തു ദർശനത്തിൽ. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിത ശൈലിയിൽ വളരെയേറെ ശ്രദ്ധേയമാകേണ്ട ഒരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ ജനിച്ച് വളർന്ന് ചിലരൊക്കെ വലിയ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന കുറച്ചു കാര്യങ്ങൾ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. മറ്റു ചിലർ ജനിച്ച് വളർന്ന് കൊച്ചു കാര്യങ്ങൾ എന്ന് പറയപ്പെടാവുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. ഇനിയും മൂന്നാമതൊരു കൂട്ടർ ജനിച്ച് വളർന്ന് വലിയതും ചെറിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അവസരം ലഭിക്കാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഈ 3 കൂട്ടരും വലിയ കാര്യങ്ങൾ എന്ന് വിചാരിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തവരും, ചെറിയ കാര്യങ്ങൾ കുറെ അധികം ചെയ്തവരും, വലുതോ ചെറുതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കാത്തവരും മണ്ണിന്റെ അടിയിൽ കുഴിച്ചുമൂടുന്നു. ഇതിനുള്ളതാണോ ജീവിതം, മനുഷ്യജീവിതം? ഇതിനപ്പുറത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ജീവിതത്തിന് ചരിത്രമുണ്ടോ? ഇതിനകം യേശുവായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഇടയ്ക്ക് ശിഷ്യന്മാർക്ക് മണ്ണിനപ്പുറം, മരണത്തിനപ്പുറം ജീവിതത്തിലെ ചരിത്രമുണ്ട് എന്നൊരു കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ടല്ല എന്ന് വരികിലും ശിഷ്യന്മാരുടെ ഇടയിൽ വന്നു കാണും. അപ്പോ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് ശിഷ്യന്മാര് യേശുവിന്റെ അടുത്ത് വന്ന് ഒരു കാര്യം സംശയമായിട്ട് ചോദിക്കുക. ഇതാണ് ഇന്നത്തെ സുവിശേഷം. അവർ ചോദിച്ച കാര്യം ഇതാണ്: ദൈവരാജ്യത്തിൽ അല്പം കാര്യവും വീര്യമുള്ള മനുഷ്യരായി തീരാൻ, അല്പം സ്ഥാനവും മാനവുമുള്ള മനുഷ്യരായി തീരാൻ, അവിടെ ഗമയുള്ള ഒരു മനുഷ്യരായിട്ട് തീരാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് അറിയേണ്ടത് ദൈവരാജ്യത്തിൽ തലക്കനമുള്ളവരാരാ, ആരാ അവിടുത്തെ വലിയവര്? ഇതാണ് ശിഷ്യന്മാർക്ക് യേശുവിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഉണ്ടായിരുന്ന സംശയം. യേശു ഉടനെ തന്നെ ഉത്തരം നൽകുന്നു. വളരെ നാടകീയമായ രീതിയിലാണ് യേശുവിന്റെ ഉത്തരം ഇതിനുള്ളത്. ഒരു കുട്ടിയെ വിളിച്ച് നടുവിൽ നിർത്തിയിട്ട് പറയുന്നു, ഈ കുട്ടിയെ പോലെ നിങ്ങൾ ആയിത്തീരണം, എങ്കിലേ നിങ്ങൾ സ്വപ്നം കാണുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾ എത്തുകയുള്ളൂ. യേശു അതിന് നൽകുന്ന ഉത്തരത്തിന് 2 വശങ്ങളുണ്ട്. ഒരു പ്രവർത്തന മാർഗം എന്ന് പറയുന്ന ഒരു വശം, നിവർത്തന മാർഗം എന്ന് പറയുന്ന മറ്റൊരു വശം. പ്രവർത്തന മാർഗമാണ് നിങ്ങൾ ഇങ്ങനെ ആയിത്തീരണം. നിവർത്തന മാർഗമാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കരുത്. ഇങ്ങനെ 2 വശങ്ങളുണ്ട് യേശുവിന്റെ ഉത്തരത്തിന്. ഒന്ന്, ഇങ്ങനെ നിങ്ങൾ ആയിത്തീരണം. മറ്റൊന്ന്, നിങ്ങൾ ഇങ്ങനെ ആയിത്തീരരുത്. ഇങ്ങനെ 2 വശങ്ങളുണ്ട് യേശുവിന്റെ ഉത്തരത്തിന്. നമുക്ക് ആദ്യത്തെ മാനം ഒന്ന് കാണാം. യേശു പറയുന്നു, ശിശുക്കളെ പോലെ നിങ്ങൾ ആയിത്തീരണം, എങ്കിലേ നിങ്ങൾ സ്വപ്നം കാണുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുക പോലുമുള്ളൂ. എന്താ യേശു ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ശിശുവായിട്ട് ബന്ധപ്പെട്ട്, കുട്ടികളായിട്ട് ബന്ധപ്പെട്ട പല പല സ്വഭാവ വിശേഷങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാമെന്ന് വരികിലും ഏറ്റവും കാതലായിട്ടുള്ള കാര്യം, ഒരു കുട്ടി, ഒരു ശിശു എന്ന് പറഞ്ഞാൽ എഴഞ്ഞു നടക്കുന്ന കുട്ടിയല്ല. ഒരു 6-7-8 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടി. ആ കുട്ടിയുടെ മുഖമുദ്രയാണ് നിഷ്കളങ്കത, കളങ്കമില്ലാത്ത സ്ഥിതി.
സുതാര്യമായിട്ടുള്ള സ്റ്റേജ്. അവന് ഒളിച്ചു വെക്കാനൊന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള ആ കുട്ടിയുടെ പ്രവണത സത്യം പറയാനാ, നുണ പറയാനല്ല, കളവ് ചെയ്യാനല്ല, ഉള്ളതുപോലെ പറയാനാണ് ആ കുട്ടിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി. പക്ഷേ ആ പ്രായത്തിലും ആ പ്രായം കഴിഞ്ഞതിനു ശേഷവും കുട്ടികള് സ്വതസിദ്ധമായ ശൈലിയിലല്ല വളർന്നു വരുന്നത്. അതെന്താ അതിന്റെ കാരണം? അത് മുതിർന്നവരെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നുകൊണ്ടാ, അത് മുതിർന്നവരെ അസത്യം ചെയ്യാൻ പഠിപ്പിക്കുന്നുകൊണ്ടാ, അത് മുതിർന്നവര് അധർമ്മം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുകൊണ്ടാ അങ്ങനെ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നുമോ? തോന്നണ്ട. കഴിഞ്ഞ ഒരു ദിവസം ഒരു കുടുംബം എന്റെ മുറിയിലേക്ക് കടന്നു വന്നു എന്നെ കാണാൻ വേണ്ടി. ആസ്പത്രിയിലെ അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് കൂടെ. ഈ ആൺകുട്ടിയെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പനും അമ്മയും വന്നിരിക്കുന്നത്. ആൺകുട്ടിക്ക് ഏകദേശം 14 വയസ്സ് കഴിഞ്ഞു, 15 തികഞ്ഞിട്ടില്ല. അവരുടെ പരാതി, ഇവൻ 2-3 വർഷം വരെ നിങ്ങൾക്ക് അഭിമാനമായിരുന്നു അച്ഛാ, വളരെ അനുസരണമുള്ള കുട്ടി, പഠിക്കാനും മിടുക്കാൻ, എല്ലാ തരത്തിലും ഞങ്ങൾക്ക് അഭിമാനം തോന്നിയിരുന്ന ഒരു കൊച്ചു മകനായിരുന്നു. നമുക്ക് പേര് സൗകര്യത്തിന് ടോമി എന്ന് പേര് കൊടുക്കുക. ഞങ്ങളുടെ പുന്നാര മോനായിരുന്നു. പക്ഷേ 2-3 വർഷമായിട്ട് അനുസരണക്കേട് മാത്രമേ അവൻ ചെയ്യുള്ളൂ. അവൻ ഞങ്ങൾക്ക് വളരെ വളരെ വിഷമമുണ്ടാക്കുന്നു. പറഞ്ഞു ഒന്നും അനുസരിക്കില്ല എന്ന് തന്നെയല്ല, താൻ തോന്നിത്തരം. അവൻ സ്കൂളിലേക്ക് പറഞ്ഞു പോകും, അവിടെ ചെല്ലില്ല. അവൻ കളവ ചെയ്യുള്ളൂ, നുണ പറയാനാണ് അവന് ഇപ്പൊ സാധിക്കുക. നിങ്ങൾക്ക് വളരെ വളരെ വിഷമമായി. അവന് തോന്നിയ രീതിയിലാണ് അവന്റെ ജീവിതം. അതുകൊണ്ട് ആരോ പറഞ്ഞു കേട്ടു. ആ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നേ. കേട്ടു ഞാൻ. കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ കുട്ടിയായിട്ട് ബന്ധം സ്ഥാപിച്ചു. അതാണല്ലോ അതിന്റെ ഒരു ട്രേഡ് മാർക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പില്ലല്ലോ. അതുകൊണ്ട് വളരെ വളരെ എളുപ്പത്തില് ഞാൻ കുട്ടിയായിട്ട് റപ്പോർട്ട് എന്ന് പറയും ഒരു റിലേഷൻ ഞാൻ സ്ഥാപിച്ചെടുത്തു. അങ്ങനെ സ്ഥാപിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പറയുകയാണ്, അച്ഛാ, ഇന്ന് എനിക്ക് നുണ പറയാനാ കൂടുതൽ എളുപ്പം. അപ്പനും അമ്മയും അവനെ പറ്റി പറഞ്ഞത് അവൻ കേട്ടിട്ടില്ല, അവൻ പുറത്തിരിക്കുക. സത്യം പറയാനല്ല, ഭയങ്കര വിഷമാ സത്യം പറയാൻ. ഞാൻ എന്റെ നാവിന്ന് പുറത്തേക്കാൻ വരുന്നത് നുണയെ പറയുള്ളൂ, അവൻ പറയാ എന്നോട്. അപ്പൊ ഞാൻ പടിപടിയായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോ ഒരു ചെറിയ സംഭവത്തിലെ ഉടക്കിയിരിക്കുന്നതായിട്ട് കണ്ടു. സംഭവം ഇതാ, അവൻ അവന്റെ അമ്മയായിട്ട് ഒരു ദിവസം ഒരു യാത്രയ്ക്ക് പോകുക. ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് അല്പം അകലെയാണ്, ബസ്സിലാണ് യാത്ര. അപ്പോ കണ്ടക്ടർ വന്ന് അമ്മോട്, ഇവൻ അത്ര കാണാൻ വലിയ ഉയരമൊന്നുമില്ല, വലിയ വലിപ്പമില്ല പ്രകൃതിയിലെ, എന്നാലും കണ്ടക്ടർ അമ്മോട് ചോദിച്ചു, എത്രയിലാ ഇവൻ പഠിക്കണേ? അമ്മ ഉടനെ പിന്നെ പറഞ്ഞു, 5ലാ പഠിക്കണേ. ഇവൻ അന്ന് 8ലായിരുന്നു. ഉടനെ കണ്ടക്ടറിന്റെ ചോദ്യത്തിന് ഇവൻ ഉടനെ തന്നെ ഉത്തരം പറയാൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അമ്മ കണ്ണും മൂക്കും മുഖമൊക്കെ കാണിച്ചിട്ട് 5ലാ പഠിക്കണേ എന്ന് പറഞ്ഞു. 5ല് പഠിച്ചാൽ 2 രൂപ ലാഭിക്കാം, കൺസെഷൻ ടിക്കറ്റാ. 8ലാ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടിക്കറ്റ് കൊടുക്കണം. അമ്മ അത് ഉള്ളിൽ വെച്ചിട്ടാണ് മോൻ 5ലാ പഠിക്കണേ എന്ന് ഉടനെ തന്നെ പറഞ്ഞു. ഇവൻ കണ്ണു തുറിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അമ്മ കണ്ണും മൂക്കും മുഖമൊക്കെ കാണിച്ചിട്ട് മിണ്ടാതിരിക്കടാ എന്ന് പറയുന്ന രീതിയിൽ പിന്നെ ഇവരാകെ മരവിച്ചു പോയി. ഒരു 2 രൂപ സമ്പാദിക്കാൻ വേണ്ടി അപ്പൊ നുണ പറയാമോ? അവൻ ചിന്തിക്കുക. പറയാമെന്നല്ലേ അമ്മച്ചി പഠിപ്പിച്ചു തന്നത്? അവൻ വീണ്ടും ചിന്തിക്കുക. അവൻ അതുവരെ പഠനത്തിലൊക്കെ ബുദ്ധികൂർമ്മതയുള്ള കുട്ടിയായിരുന്നു. അപ്പൊ 100 രൂപ സമ്പാദിക്കാൻ വേണ്ടി നുണ പറയാൻ സാധിച്ചാൽ അതിലേക്ക് മിടുക്കനല്ലേ ഞാൻ?
അവൻ പിന്നെ നുണ പറയാനാണ് കൂടുതൽ ശ്രമിച്ചത്. അവന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവൻ നുണ പറയും. അപ്പൊ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നുണ പറയാമെന്നല്ലേ അതിന്റെ അർത്ഥം എന്ന രീതിയിലാണ് അവന്റെ ചിന്ത പോയത്. അപ്പൊ എന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അമ്മയോടും എനിക്ക് നുണ പറയാം, അപ്പനോടും എനിക്ക് നുണ പറയാം, ആരോട് വേണമെങ്കിലും നുണ പറഞ്ഞാൽ കാര്യങ്ങൾ നേടണം. 2 രൂപയ്ക്ക് പോലും നുണ പറയാൻ സാധിക്കുന്ന ആ സ്ഥിതിവിശേഷത്തെ അവൻ താത്വികമായിട്ട് എന്നതല്ല, അവന്റെ കൊച്ചു മനസ്സിൽ വന്നത് അമ്മ പഠിപ്പിച്ച പാഠം അത് അവന്റെ മനസ്സിലെ വളരെ ആഘാതം, വളരെ ആഴത്തിൽ വേരൂന്നി ആ ദുർബല നിമിഷത്തിലെ. അതിനുശേഷമാണ് അവൻ ഈ സ്ഥിതിവിശേഷത്തിൽ താന്തോന്നിയായിട്ട് വളർന്നു വന്നത്. അപ്പനെ അമ്മയൊക്കെ വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി പോയി. സുഖമായിട്ടുണ്ടെന്നാണ് ധാരണ. നോക്കണം മക്കളെ, എങ്ങനെയാ നിഷ്കളങ്കമായിട്ടുള്ള കുട്ടി കളങ്കം പഠിച്ചത്? അമ്മ അതൊന്നും വിചാരിച്ചിട്ടില്ല. അത് ഇവനെ കാണുമ്പോ 2 രൂപ കൺസെഷൻ ആണെങ്കിൽ കൺസെഷൻ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ലളിതമായിട്ടുള്ളൊരു കാര്യം. അത് ആ കൊച്ചു മകനിലുണ്ടാക്കിയ വൈകൃതമായിട്ടുള്ള ചിന്തകള്. അവനൊരു കള്ളനായി. ചെറിയ ചെറിയ സാധനങ്ങള് ഒക്കെ കക്കാൻ അവനൊരു വിഷമവുമില്ല. മാനസിക രോഗത്തിന്റെ ഏതാണ്ട് അത്ര ഷോൾഡിൽ അവൻ വന്നു നിൽക്കുക. ക്ലപ്റ്റമേനിയ എന്ന് പറയുന്ന രോഗത്തിന് അല്പം അവൻ വിധേയനായി. കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി കണ്ടു. അമ്മ അത് വല്ലതും വിചാരിച്ചു? എന്റെ മോൻ കള്ളനാകാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു എന്ന് അമ്മയ്ക്ക് വല്ല വിചാരമുണ്ടോ? അമ്മ പറഞ്ഞു ഇത്രയുള്ളൂ. അത് ഒരു കൊച്ചുകുട്ടിയിലുണ്ടാക്കുന്ന ആഘാതം, ആ കൊച്ചുകുട്ടിയെ വളർച്ചയുടെ ബാധിക്കുന്ന രീതി. ഇതാ വേറൊരു സംഭവം. അപ്പൻ വീട്ടിലെ അമ്മയും കൊച്ചുകുട്ടികളൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്, നല്ല കാര്യങ്ങള്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലുണ്ട് പടി കയറിയിട്ട് ആരോ കുറച്ച് പേര് വരുന്നു. അപ്പൊ അപ്പനെ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് സംസാരിക്കുന്ന അപ്പനെ ഉടനെ തന്നെ മനസ്സിലായി പള്ളിയിൽ നിന്ന് പിരിവിന് എന്തിനോ വരുന്ന ആളുകളാണ്. ഉടനെ താഴെയുള്ള മോളോട്, അപ്പോൾ ആളുകൾ വരുമ്പോൾ അവരൊക്കെ സംഘമൊക്കെ പിരിഞ്ഞു, പഞ്ചായത്തൊക്കെ പിരിഞ്ഞു, അമ്മ അടുക്കളയിലേക്ക് മറ്റൊരങ്ങോട്ടേക്ക്. ആ പോക്കില് അപ്പൻ മോളോട് പറഞ്ഞു, എളുപ്പത്തിന് വേണ്ടി അവളുടെ പേര് ജൂലി എന്ന് കൊടുക്ക്. ജൂലിയോട് പറഞ്ഞു, മോളെ അവരിങ്ങോട്ട് വരുമ്പോ അപ്പച്ചൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോട്ടാ. അവള് 7 വയസ്സേ ഉണ്ടായുള്ളൂ. അപ്പൊ അവള് ചോദിക്കുക, അവൾ അന്താളിച്ച് നിൽക്കുക. അപ്പോ അപ്പച്ചൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറയട്ടെ, അവളുടെ സംശയം. അപ്പോഴേക്കും ആളുകൾ അടുത്തെത്തി. അപ്പൻ കല്ലും പല്ലും ഒക്കെ കടിച്ചു പിടിച്ചിട്ട് നീ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താ? പാഷാണം, പൊട്ടാസ്യം സയനൈഡ്, വിഷം കുത്തിവെക്കുന്ന രീതി കണ്ടു. ഇങ്ങനെയാണ് മുതിർന്നവര് കുട്ടികളുടെ സ്വതസിദ്ധമായിട്ടുള്ള നിഷ്കളങ്കത കളഞ്ഞു കുളിക്കാനിട വരുന്നത്. മുതിർന്നവരാണ് അതങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ അവർ കളങ്കമില്ലാത്ത ആളുകളായിട്ട് തന്നെ വളരും. എന്റെ അറിവിൽ അങ്ങനെ വളരുന്ന ആളുകളുണ്ട്. മാളയിലെ ഒരു വക്കീലുണ്ട്, നുണ പറയാത്ത വക്കീൽ എന്നാണ് ആളെ പൊതുവെ അറിയപ്പെടുക. നുണ പറയാത്ത വക്കീല്, അങ്ങനൊരു വക്കീലുണ്ടാവുമോ? ഉണ്ടെന്നേ. ഈ ആളെ പൊതുജനങ്ങൾ തന്നെ വിളിക്കുന്നത് നുണ പറയാത്ത വക്കീല. കേസൊന്നും കിട്ടില്ല കേട്ടോ. നുണ പറയാത്ത വക്കീലിന് എന്ത് കേസാ കിട്ടുക? മക്കള് 12, 11 ആൺകുട്ടികള്, അവസാനത്തെ ഒരു കുട്ടി പെൺകുട്ടി. 11 ആൺകുട്ടികളിൽ 2 എണ്ണം ഞങ്ങളുടെ CMI സഭയില് ഇന്ന് പ്രഗത്ഭരായിട്ടുള്ള വൈദികരാണ്. മറ്റുള്ളവർ ശാസ്ത്രകാരന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ്, അയ്യോ വളരെ വളരെ വിദഗ്ധര്. കുട്ടികളൊക്കെ നുണ പറയാത്തവരാ. നുണ പറയാത്ത വക്കീലിന്റെ 12 മക്കളും നുണ പറയാത്തവരാ. എന്ന് വെച്ചാൽ എന്തു തന്നെ വന്നാലും നുണ പറയില്ല, സത്യമേ പറയുള്ളൂ എന്ന രീതിയിൽ വന്നാൽ ആ കുട്ടികള് നിഷ്കളങ്കരായിട്ട് തന്നെ വരും, നിർമ്മലരായിട്ട് തന്നെ വരും. യേശു എത്രയോ കാര്യമായിട്ട് ഈ നിർമ്മലതയെ, നിഷ്കളങ്കതയെ
നോക്കിക്കാണുന്നുവെന്ന് സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണാം. ഒരു സുവിശേഷത്തിൽ തന്നെയല്ല, ഒരു പ്രാവശ്യം തന്നെയല്ല യേശു പറയുന്നത്, ഈ കുട്ടികളുടെ ഉദാഹരണം എടുത്തുകൊണ്ട് കുട്ടികളെപ്പോലെ നിങ്ങൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ മാർഗം സ്വർഗത്തിലേക്കുള്ള മാർഗമല്ല. യേശു ആവർത്തിച്ച് നമ്മോട് പറയുന്നു. എന്നിട്ട് യേശു പറയുന്നു, നിർമ്മല ഹൃദയർ ദൈവത്തെ കാണും. മലയിലുള്ള പ്രസംഗത്തിൽ നിന്ന് ഉള്ളൊരു വാചകമാണ്. നിർമ്മല ഹൃദയർ ദൈവത്തെ കാണും. കഴിവുള്ളവർ ദൈവത്തെ കാണുമെന്നല്ല, ശാസ്ത്രജ്ഞന്മാർ ദൈവത്തെ കാണുമെന്നല്ല, പുരോഹിതന്മാർ ദൈവത്തെ കാണുമെന്നല്ല, കുടുംബിനികൾ ദൈവത്തെ കാണുമെന്നല്ല, നിർമ്മല ഹൃദയർ ഉള്ളവർ ദൈവത്തെ കാണും. സന്യാസികൾ ദൈവത്തെ കാണുമെന്നല്ല പറയുന്നത്, നിർമ്മല ഹൃദയമുള്ളവർ ദൈവത്തെ കാണും. നൈർമല്യത്തിന്, നിഷ്കളങ്കതയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ടു യേശുവിനെ കാണാൻ ഒരു മനുഷ്യൻ വന്നു. നഥാനിയേൽ എന്നാണ് അവന്റെ പേര്. അവനെ കണ്ട ഉടനെ യേശു പറയുന്നു, ഇസ്രായേലിലെ കളങ്കമില്ലാത്ത മനുഷ്യൻ ഇതാ വരുന്നു. എന്തുമാത്രം പ്രാധാന്യമാണ് യേശു തന്റെ ആ കാഴ്ചപ്പാടിലെ ആ നിർമ്മല ഹൃദയർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാ കളങ്കമില്ലാത്ത മനുഷ്യൻ. യേശു വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുവിൻ. ഇങ്ങനെ നോക്കിയാൽ എത്രയോ പ്രാവശ്യം യേശു തന്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ട് യേശു കരിപ്പിടിപ്പിച്ചിരിക്കുന്നത് ഈ നിഷ്കളങ്കത മനസ്സാണ്. നിഷ്കളങ്കത മനസ്സിലില്ലെങ്കിൽ, മനസ്സിൽ നിർമ്മലത്വമില്ലെങ്കിൽ, മനസ്സിൽ കളങ്കമുണ്ടായാൽ ഏത് തരത്തിലുള്ള പുണ്യങ്ങൾ ചെയ്താലും അത് പുണ്യമായി തീരില്ല എന്നാണ് യേശുവിന്റെ ധാരണ. യേശുവിന്റെ കാഴ്ചപ്പാടതാ. പക്ഷേ ഇന്ന് ഏത് കലാസാംസ്കാരിക രംഗങ്ങളിലെ സിനിമയാകട്ടെ, നാടകങ്ങളാകട്ടെ, അതിലുള്ള ഏതെങ്കിലും ഒരു വില്ലന്റെ റോള്, ഒരു വില്ലത്തിയുടെ റോളുണ്ടെങ്കിൽ അതിന് ഉടനെ തന്നെ ഒരു വലിയ കുരിശും കൊടുത്ത്, കഴുത്തിൽ വലിയൊരു കുരിശും കെട്ടി അതിന് പേരൊരു നസ്രാണിയുടെ പേരാ കൊടുക്കും. തിരക്കഥാകൃത്തായാലും ശരി, നാടകകൃത്തായാലും ശരി. പോയ മാറ്റം കണ്ടു. അപ്പൊ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ അധോലോകത്തിന്റെ നേതാവാണ്. അവൻ കള്ളത്തരേ പറയുള്ളൂ, അധർമ്മേ ചെയ്യുള്ളൂ എന്ന് സമൂഹത്തിന് പൊതുവെ കൊടുക്കത്തക്ക വിധത്തിലായി തീർന്നിരിക്കുന്നു നമ്മുടെ സ്ഥിതിവിശേഷം. പക്ഷേ ക്രിസ്ത്യാനിയുടെ ആദർശ കേന്ദ്രമായിട്ടുള്ള ക്രിസ്തു പഠിപ്പിക്കുന്നു, നിഷ്കളങ്കതയായിരിക്കുക. അതാണ് എന്റെ ജീവിത വീക്ഷണത്തിന്റെ അടിസ്ഥാനം. ഇത് തെറ്റിച്ചാൽ നിങ്ങൾ എന്റെ മാർഗത്തിലല്ല ചലിക്കുക എന്ന് അടിവരയിട്ടിട്ട് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈ പ്രമേയത്തിന്റെ ഒരു പ്രവർത്തന മാനം. ഇന്നതായി തീരുക. എങ്ങനെയായിത്തീരുക? സത്യം പറയുന്നവരാകുക, നുണ പറയാത്തവരാകുക, ധർമ്മം ചെയ്യുക. ഇങ്ങനെ ഒരു രീതി, കളങ്കമില്ലാത്ത രീതി, അതാണ് കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടത്. കുട്ടികൾക്ക് കളങ്കം ഉണ്ടാകുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച രീതിയിൽ അത് മുതിർന്നവർ കൊടുക്കുമ്പോഴേ അവർക്കത് കളങ്കം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ട് അവർ വളർന്നു വരും. അത് ദൈവമാർഗമാണ്. അതാണ് യഥാർത്ഥ മാർഗം. ഇതിനൊരു നിവർത്തന മാർഗമുണ്ട്. അതാണ് സുവിശേഷത്തിലെ 2-ാം ഭാഗം. യേശു പറയുന്നു, ഒരു തരത്തിൽ പറഞ്ഞാൽ കടല്, അതിന് ആഴമുള്ള ആഴി, അതിലൊരു മനുഷ്യനെ തട്ടിയിടുക. വളരെ വലിയ വിനാശകരമായിട്ടുള്ളൊരു രീതി തന്നെ. കടല്, ആഴമുള്ള കടല്, അതിലൊരു മനുഷ്യനെ തട്ടിയെറിയുക. ഭീകരമായിട്ടുള്ള വലിയൊരാപത്ത്, മനുഷ്യന് സംഭവിക്കാവുന്ന വലിയ വിനാശം. യേശു പറയുക, അവന് വെറുതെ തട്ടിയിടുകയല്ല, അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ലും, ഭാരമുള്ള ഒരു തിരിക്കല്ലും കെട്ടിയിട്ട് അവന്റെ ആഴമുള്ള കടലിലെ ആഴ്ത്തുന്നതാണ് വിനാശത്തിന്റെ കുറവ്, ആപത്ത് കുറവുള്ളത്. എന്തിനോട് കമ്പയർ ചെയ്യുമ്പോ സത്യം പറയേണ്ടവര് അസത്യം പറയുമ്പോ, ധർമ്മം ചെയ്യേണ്ടവര് അധർമ്മം ചെയ്യുമ്പോ,
ശരി ചെയ്യേണ്ടവര് തെറ്റ് ചെയ്യുമ്പോ എന്താ ഉണ്ടാകുന്നേ? ഇടർച്ച, സ്കാൻഡൽ, ഉതപ്പ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരു ഇടർച്ച നൽകാനിട വരുന്നു. അവർക്ക് നല്ലത് കടലിന്റെ ആഴങ്ങളില് തിരിക്കല്ലും കെട്ടിയിട്ട് കെട്ടി ഞാത്തുന്നതാണ് അവർക്ക് നല്ലത്. ഇതിനേക്കാൾ യേശു പറയുക അത്രയും വിനാശകരമാണ്. ഇതിന് ഈ നിഷ്കളങ്കതയ്ക്കെതിരായിട്ട് കളങ്കത്തോടു കൂടി വർത്തിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന വിനാശം എന്ന യേശുവിൻ്റെ കാഴ്ചപ്പാട്. ഇത്രയും ആഴത്തിലുള്ള വിനാശത്തെ സംബന്ധിച്ച് മനുഷ്യനെ ചിന്തിക്കില്ല. അത് ഞാൻ തമാശയ്ക്ക് വെറുതെ പറഞ്ഞത്. യേശു വെറുതെ അല്ലാതെ പറയുന്നത് കയ്യും കാലും വെട്ടിക്കളയാന്നാ പറയണത്. ഇതിനേക്കാൾ നല്ലത് അവനെ എന്ന് വെച്ചാൽ നാവ് വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ നാവ് നുണ പറയുന്ന നാവ് ഉണ്ടാകുന്നേക്കാൾ നല്ലത് ആ സത്യം പറയുന്ന അത് ഇടർച്ച ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കൈ കൊണ്ടും കാലുകൊണ്ടും അവന്റെ പ്രവർത്തന രീതി കൊണ്ടും അവളുടേതായാലും ശരി വെട്ടിക്കളയുന്ന നല്ലതെന്നുള്ള മട്ടിലാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം. അത്രയും ശക്തമായ രീതിയിൽ, അത്രയും വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഭവമായിട്ട് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കുട്ടികളുടെ നിഷ്കളങ്കത നമ്മിൽ നിന്ന് പോകുമ്പോ നമുക്കുണ്ടാകാൻ ഇടയുള്ള വിനാശമാണത്. ആ വിനാശം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭയാനകമായിട്ടുള്ള രീതിയിൽ ഡ്രമാറ്റിക് യേശു ആ പ്രമേയം അവതരിപ്പിക്കുന്നത്. ചൈനക്കാരുടെ ഇടയിൽ ഒരു സാമാന്യൊരു പറച്ചിലുണ്ടെന്ന് എവിടെയോ ഞാൻ വായിച്ചു കേട്ടു. ഞാൻ ചൈനയിലൊന്നും അല്ലല്ലോ ജനിച്ചതും വളർന്നൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ പൊടികള് എവിടെയൊക്കെയോ വായിച്ച് ആരൊക്കെയോ വായിച്ചു തന്ന് എന്റെ തലയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അല്ലാതെ ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇതാണ്. ഒരു വലിയ സ്ഥലം, അതിനിപ്പോ ഇന്നത്തെ രീതിയിൽ ഒരു ജില്ല എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് വിളിച്ചോ. ആ സ്ഥലത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ളൊരു മനുഷ്യൻ, ഭരണാധികാരി തന്നെയല്ല ജനനേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് യാങ് യുങ്, അങ്ങനെയൊക്കെയല്ലേ ചൈനക്കാരുടെ പേര്, യുങ് യുങ്, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കട്ടെ യാങ് യുങ്. ആ ഭരണാധികാരിയുടെ പേരാണ് ഈ പറഞ്ഞ്. ഇയാൾക്കൊരു വിശേഷമുള്ളത്, ഇയാൾ അനീതി ഒരിക്കലും ചെയ്യില്ല, അഴിമതി ഒട്ടുമില്ല, വളരെ സത്യസന്ധമായിട്ടും നീതിനിഷ്ഠമായിട്ടേ പ്രവർത്തിക്കൂ എന്നാണ് എല്ലാവരുടെയും ചിന്ത. ആ നാട്ടിലുള്ളവരെയും സ്വന്തം കുടുംബാംഗങ്ങളുടെയും ഇങ്ങവരുടെയും ചിന്ത ഇങ്ങനെയാണ് പൊതുവെയുള്ള ഒരു രീതി. അങ്ങനൊരു നേതാവ് ഇന്നിപ്പോ അങ്ങനെയുള്ളവരൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്, പറഞ്ഞു കേൾക്കാനും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ചൈനയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം, അങ്ങനൊരു നേതാവ്. ആ നേതാവിന്റെ കീഴിലുള്ള 2 ഗ്രാമങ്ങൾ തമ്മില് ഒരു അവസരത്തില് എന്തോ ചെറിയൊരു കാര്യങ്ങളിൽ തുടങ്ങി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവര് വാക്കുകൊണ്ടൊക്കെ തെറ്റി. ഗ്രാമവാസികള് അവര് തമ്മിൽ തർക്കമായി, തർക്കം മൂത്തു, അവര് തമ്മിൽ വൈരാഗ്യമായി. അങ്ങനെ 2 ഗ്രാമങ്ങൾ തമ്മില് വലിയ വൈരാഗ്യം, ശത്രുത. ഉടനെ നീതിന്യായ വ്യവസ്ഥിതികളൊക്കെ അവിടെ ഉണ്ടാകണം. ആ നീതിന്യായ വ്യവസ്ഥിതിയിലേക്കൊക്കെ അത് എത്തിച്ചേർന്നു. പക്ഷെ അതിന്റെ എല്ലാറ്റിന്റെയും അവസാന വാക്ക് യാങ് യുങ്, നമ്മുടെ നേതാവാണ്. അപ്പൊ നേതാവാണെങ്കിലോ ഒരു തരത്തിലും അഴിമതിയില്ല, ഒരു തരത്തിൽ സ്വജനപക്ഷപാതവും ഇല്ല. ധർമ്മം, നീതി, സത്യം, ഇത് മാത്രം. ഇത് വിട്ടിട്ട് ഒരു കാര്യം നടക്കില്ല. അപ്പൊ ഇനി എന്താ ചെയ്യുക? ഈ മനുഷ്യനെ ഒന്ന് കാണേണ്ട വിധത്തിലൊന്ന് കണ്ടാൽ ഈ കാര്യങ്ങൾ നടക്കൂലോ എന്ന് ഇതിലുള്ള ഒരു കൂട്ടർക്ക്, ഒരു ഗ്രാമത്തിലെ ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത. അപ്പൊ നമ്മുടെ കേസ് ജയിക്കുകയും ചെയ്യും, നമുക്ക് ഒരു പോറലും ഇല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് ഇങ്ങോട്ട് കാണേണ്ട വിധത്തിൽ കാണുക. അപ്പോഴേക്കും ആളുകൾക്ക് വിചാരം എങ്ങനെയാ കാണാൻ പറ്റുക, അടുപ്പിക്ക് പോലും ഇല്ല ഈ മനുഷ്യൻ എന്നാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ട് അവര് സംഘം കൂടി തീരുമാനിച്ചു, ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, മനുഷ്യന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഒന്ന് പോവാം. അങ്ങനെ ഭാര്യയെ അങ്ങനെ തേച്ചു മിനുക്കിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ആളുകള് അവിടെ ഭാര്യയെ ഒരു സംഘം ചേർന്നിട്ട് കാണാൻ പോയി. കാര്യം അവര് ഉണർത്തിച്ചു. ഭർത്താവിനോട് കാര്യം ഒന്ന് പറയണം,
ഞങ്ങളെ പോറലില്ലാതെ അതിൽ നിന്ന് രക്ഷിക്കണം. ഭാര്യ പറഞ്ഞു, അയ്യോ ഞാൻ പറയില്ല, അയാള് വേറെ സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. അല്ല അങ്ങനെ പറയണ്ട, എന്നാലും ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമ്മാനമൊന്നും ആള് വാങ്ങില്ല. അയ്യോ സമ്മാനത്തിന്റെ കാര്യം പറയണ്ട, ഇതൊന്നും ശരിയാവില്ല. ഇല്ല വാങ്ങണ്ട, ഞങ്ങള് വളരെ ചിന്തിച്ച് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതോ ഇനി ഭവതിക്ക് ഏതെങ്കിലും സമ്മാനമാണ് കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുകയാണെങ്കിലേ അത് പറഞ്ഞാൽ ഞങ്ങൾ അത് കൊണ്ടുവരാം. അതൊന്നും വലിയ ഗൗരവമാക്കണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഒരു സന്തോഷം അതൊന്ന് സ്വീകരിച്ചാൽ മതി. ഭാര്യ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾക്ക് നടപ്പുണ്ടാവുകയും വേണ്ടേ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിയ പശക, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എലിയുടെ വർഷത്തിലാണ് ജനിച്ചുള്ളത്. അങ്ങനെയുണ്ട് വർഷം അവര് കണക്ക് കൂട്ടണത്, എലി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിലേ എലിയുടെ വലിപ്പത്തിലെ രൂപത്തിലെ വെള്ളി കൊണ്ട് തീർത്തിട്ടുള്ള ഒരു രൂപം കൊണ്ടുപോവാ. അപ്പൊ ആൾക്കത് സമ്മാനിക്കുമ്പോ ആൾക്ക് സന്തോഷമാവും. ഇവര് വെള്ളി കൊണ്ട് എലിയുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ അത്രയും വലിപ്പത്തിലുള്ള ഒരു വെള്ളിക്കട്ട സമ്മാനമായിട്ട് കൊണ്ടുകൊടുത്തു. ഭാര്യ അത് വിറയിലോട് കൂടിയൊക്കെയാണ് വാങ്ങിയതെന്ന് വരികിലും ഇനി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് ഒരു ധൈര്യക്കേട്. ഇത് ആ മനുഷ്യന് ഭർത്താവിന് കൊണ്ടു കൊടുത്താൽ എന്താവും സ്ഥിതി? ഉടനെ ക്രോശവും ആക്രോശവും, എനിക്കിവിടെ കിടന്ന് പോർക്കാൻ പറ്റില്ല, എന്തിനാ അത് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്തു, ഇങ്ങനൊരു കാര്യം വാങ്ങിയിട്ടുണ്ടെന്നോ എന്റെ കയ്യിലുണ്ടെന്നോ ഭർത്താവിനെ അറിയിച്ചില്ല. അത് എവിടെയോ പെട്ടിയിൽ വെച്ചു. വെള്ളിയല്ലേ, ഇരിക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് ഭാര്യ ചെന്നിട്ട്, ഇപ്പൊ ഏതായാലും ഇവരുന്ന് വാങ്ങിയതല്ലേ, ഇങ്ങനെ കാപ്പി കൊടുക്കണ നേരത്ത് അല്പം ഇവർക്ക് വേണ്ടി എന്താ അങ്ങനെയൊക്കെ കേട്ടുമല്ലോ, അവരൊക്കെ വലിയ പശുക്കൊന്നുമില്ല എന്നാണ് മനസ്സിലായി. അതിന്റെ നേക്ക് പോലെ, എനിക്കത് ആ നേക്ക് അറിഞ്ഞുകൂടാ, ആ നേക്ക് പോലെ ഭർത്താവിനോട് എന്നാ പറഞ്ഞു. ഭർത്താവ് ഉടനെ കോപിച്ചു പോയി. ഞാൻ നീതിനിഷ്ഠമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്ന, അഴിമതി സ്വജന പക്ഷപാതം ഒന്നും എനിക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഭാര്യയുടെ ആകെ കൂടിയുള്ള ഒരു ചങ്കിടിപ്പും പെരുപ്പെരുപ്പൊക്കെ കണ്ടപ്പോ നീ എന്തെങ്കിലും അവരിവിടെ വന്നോ, എന്തെങ്കിലും സമ്മാനം വാങ്ങിയോ, ഏതെങ്കിലും തരത്തിലുള്ള അവരെ എന്തെങ്കിലും നിനക്ക് തന്നോ? ഒന്നുമില്ല, ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ല. എളുപ്പം, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ രീതി അനുസരിച്ച് നുണ പറയാൻ വളരെ എളുപ്പം. ഭാര്യയുടെ പകപ്പും മന്ദാളിപ്പും കണ്ടപ്പോൾ ഭർത്താവിന് എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലായി. അദ്ദേഹം നിർബന്ധപൂർവ്വം ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ സത്യം പറയാൻ തയ്യാറായി. ഭാര്യ പറഞ്ഞു, ഞാൻ അങ്ങ് ജനിച്ചത് എലിയുടെ വർഷത്തിലാണെന്നും അതുകൊണ്ട് എലിയുടെ തൂക്കത്തിലും ആകൃതിയിലുള്ള ഒരു വെള്ളിക്കട്ട സമ്മാനമായിട്ട് ലഭിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞപ്പോ അതവർ കൊണ്ടുവരികയും ഞാൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പേടിയോടുകൂടിയാണ് ഭാര്യ അത് പറഞ്ഞത്. പറഞ്ഞവസാനിച്ച ശേഷം നമ്മുടെ ധർമ്മിഷ്ഠനായ, ഒരു തരത്തിലും അനീതി പ്രവർത്തിക്കാത്ത എന്ന് ജനങ്ങൾ വിചാരിച്ചിരുന്ന ആ യുങ് നേതാവ് ഭാര്യയോട് പറയുകയാണ്, ഒരു പോത്തിന്റെ വർഷത്തിലാണ് ജനിച്ചിരുന്നു എന്ന് നീ പറയായിരുന്നെങ്കിൽ ഒരു പോത്തിന്റെ രൂപത്തിലും തൂക്കത്തിലും പെട്ട വെള്ളിക്കട്ടി നമുക്ക് കിട്ടുമായിരുന്നില്ലേ എന്നായിരുന്നു ആ ജനനേതാവിന്റെ മറുചോദ്യം. ഇവിടെ വലിയൊരു സത്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥ. ജനനേതാവ് ജനങ്ങളുടെ മുമ്പിൽ മാത്രം ചില പൊയ്മുഖങ്ങൾ വെച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയും നീതിബോധവും ഉള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു. സത്യത്തിൽ സത്യസന്ധന അല്ലായിരുന്നു ആ യുങ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും അദ്ദേഹം അഭിനയിച്ച് നല്ലവനാണെന്ന് തെളിയിക്കാനുള്ള പരിശ്രമം. ഈ പരിശ്രമം ദൈവത്തിന്റെ മുമ്പിലോ മനുഷ്യരുടെ മുമ്പിലോ ഒരു തരത്തിലും നീതീകരിക്കത്തക്കതല്ല എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം അനുസരിച്ചുള്ള ചിന്ത നമ്മിൽ ഉണ്ടാക്കേണ്ടത് സത്യസന്ധമായിട്ടുള്ളൊരു ജീവിത ശൈലിയാണ്
സ്വർഗരാജ്യത്തിലേക്കുള്ള പാത നമുക്കായിട്ട് തുറക്കാൻ ഇടവരിക എന്നുള്ളതും പൊയ്മുഖങ്ങൾ അണിഞ്ഞിട്ടുള്ള ജീവിതശൈലി പാടെ ഉപേക്ഷിക്കണമെന്നുള്ള വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. നമുക്ക് ആ സുവിശേഷത്തിന്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം.